CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. വൈകിട്ട് 3 വരെ പത്രിക സമർപ്പിക്കാം. പലയിടത്തും തർക്കങ്ങൾ മൂലം നീണ്ടുപോയ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിവേഗം നടത്താനുള്ള ഒരുക്കത്തിലാണ് പാർട്ടികൾ. കടങ്ങോട് പഞ്ചായത്തിൽ കോൺഗ്രസിൽ സീറ്റ് തർക്കം രൂക്ഷം. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് യാവൂട്ടി ചിറമനേങ്ങാടും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രാമചന്ദ്രനും ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ വിമതരായി മത്സരിക്കുന്നു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 17-അംഗ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 16 പേർ പത്രിക സമർപ്പിച്ചു. 6-ാം വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥി വെള്ളിയാഴ്ച പത്രിക സമർപ്പണം നടത്തും. കടങ്ങോട് പഞ്ചായത്തിൽ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 15 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വാർഡ് 1-ലും 2-ലും 13-ലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ചൂണ്ടൽ പഞ്ചായത്തിൽ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതായി ആരോപിച്ച് കോൺഗ്രസ് രംഗത്ത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഫോം CPIM പ്രവർത്തകർ വ്യാപകമായി വീടുകളിലേക്ക് എത്തിക്കുന്നതായി ആരോപിച്ച് കോൺഗ്രസ് നേതാവും പഞ്ചായത്ത് അംഗവുമായ ആന്റോ പോൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാർട്ടി പ്രവർത്തകരോടൊപ്പം പ്രകടനവുമായി എത്തിയാണ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് സെക്രട്ടറി മുൻപാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവം മൃദംഗം, ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ഫസ്റ്റ് A ഗ്രേഡ് കരസ്ഥമാക്കി. യഥാക്രമം ഗിരിധർ രാജനും വിഘ്നേഷ് നാഥും. പാവർട്ടി സെന്റ് ജോസ് സ്കൂൾ വിദ്യാർത്ഥികളും കലാമണ്ഡലം വിഷ്ണു ചിന്താമണിയുടെ ശിഷ്യരുമാണ് ഇരുവരും. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ മുഴുവൻ വിളക്ക് ആഘോഷവും അന്നദാനവും വെള്ളിയാഴ്ച. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിൽ കീബോർഡിൽ വിസ്മയം തീർത്ത് VG വിഘ്നേശ്വർ. വിശേഷൽ കച്ചേരിയിൽ 1 മണിക്കൂറോളം ആസ്വാദനത്തിന്റെ ആവേശ തിരമാലയാണ് അലയടിച്ചത്. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിച്ചു. കേച്ചേരി വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലെ തലക്കോട്ടുകര ബാലകൃഷ്ണൻ നായർ ബസ് സ്റ്റോപ്പിനടുത്തെ പോസ്റ്റാണ് മാറ്റി സ്ഥാപിച്ചത്. 43ാമത് എരുമപ്പെട്ടി ദേശവിളക്ക് മഹോത്സവവും അന്നദാനവും ഭക്തി നിർഭരമായി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ നിന്നും വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് പാലക്കൊമ്പ് എഴുന്നള്ളിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ മാനേജ്മെന്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിൽ നിർമ്മിച്ച പുതിയ KG ബ്ലോക്കിന്റെ കൂദാശകർമ്മം വെള്ളിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. നവംബർ 20 ലോക ശിശുദിനം. ദിനാഘോഷത്തിന്റെ ഭാഗമായി കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് NCC കേഡറ്റുകൾ. തൊഴിയൂർ CMUP സ്കൂളിൽ ശിശുദിന വാരത്തിന്റെ ഭാഗമായി കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. കുക്കീസ് ബ്ലോഗർ കുമാരി നക്ഷത്ര മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108ാം ജന്മദിനം അനുസ്മരണ ദിനമായി ആചരിച്ചു. കുണ്ടന്നൂർ സെന്ററിൽ OICC ഇൻകാസ് തൃശൂർ ജില്ലാ ഗ്ലോബൽ കോർഡിനേറ്റർ ചന്ദ്രപ്രകാശ് എടമന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, YouTube എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.